ഞണ്ട് കറി റെഡി ആയിട്ടുണ്ടേ. ഇതാ കുറച്ച് ഞണ്ട് ഇതാ പുഴുവാ. അപ്പൊ ഇത് മതി കേട്ടാ. ഇനി എല്ലാം പുഴുവാണ്. മേക്ക് വീണ് കഴിഞ്ഞാല് നല്ല സ്വച്ഛതായി. എല്ലുപൊടിയിൽ ഭയങ്കര സ്മെല്ലല്ല. കളിച്ച് കഴിഞ്ഞിട്ടില്ല. ഞണ്ട് അത്രയും ഉണ്ടായിട്ടോ കയ്യാനായി. കുറച്ചേ ഇല്ലു. മീൻ കയ്യും ചെയ്തിന്. തുലമ്മ ദേശം ഇല്ലു. ചെറിയ ഞണ്ടാവും. പക്ഷെ ഇറച്ചി ഉണ്ടാവുന്ന പറഞ്ഞത്. അന്ന് നമ്മ കൊണ്ടുവന്നിട്ട് നല്ല ഇറച്ചി ഉണ്ടായിട്ടേ അല്ലേ? കുറച്ചും കൂടെ വേണമായിരുന്നു അല്ലേ? കഴിഞ്ഞിന് അതാണ്. മീനും കഴിഞ്ഞിന് അവസാനം ദേശം ഇത് ഉണ്ടായത് തന്നതാ. ഇറച്ചി ഉണ്ടാ നോക്കറാ. പൊട്ടിക്കാൻ കണ്ടതിന്റെ ഉണ്ട് അല്ലേ? ചെറിയ സാധനമായാലും ഇറച്ചി ഉണ്ട് കേട്ടാ. ഏതാ മുറിക്കണ്ടിപ്പാ. അല്ല പുഴു വന്നിട്ട് ഇല എല്ലാം മോശമായി പോയി. ഇഷ്ടംപോലെ ഇലയുണ്ട് പക്ഷെ മുറിക്കാനില്ല. എന്താ മതിയില്ലേ? അച്ഛൻ വന്നിട്ടുണ്ട്. ഞണ്ടച്ച ഞണ്ട്. ചെറിയ ഞണ്ട്. ഇറച്ചി ഉണ്ടാ ചൈനി? ഇറച്ചിണ്ട്. ചെറിയതായാലും ഇറച്ചിണ്ട്. അത്രേ ഉണ്ടാവൂലോ. അച്ഛൻ ഞണ്ടൊന്നും കൂട്ടൂല്ല. അച്ഛൻ ഞണ്ട്, ചെമ്മീൻ, ചിക്കൻ ഇങ്ങനത്തെ എല്ലാം ഒഴിവാക്കിനല്ലേ? അച്ഛന് സുഖൂല. അച്ഛൻ അതാണ് വീഡിയോയിൽ നിന്ന് കാണാത്. അച്ഛന്റെ കണ്ണുമ്പടെല്ലാം കണ്ടാ. അച്ഛന്റെ ഇങ്ങനെ ആക്കിയ ഹായ് നാക്കി ഇങ്ങനെ ആക്കിയാ മതി കൈ കൊണ്ട്. അച്ഛന്റെ കുടലിൽ ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. അപ്പോ ദഹനത്തിന്റെ പ്രശ്നമുണ്ട്. കട്ടിയാഹാരം കഴിക്കാൻ കഴിയുന്നില്ല. ചോറ് പച്ചരി ചോറ് അല്ലേ? പച്ചരി നല്ലോണം വേവിച്ചിട്ട് ഇപ്പം കഴിക്കുന്നു. അതാ നമ്മളെ പിന്നെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയിൽ അച്ഛനെ കാണാതെ. അച്ഛൻ കുറെ നേരത്തെ കഴിക്കും. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്ന വീഡിയോയിൽ അച്ഛനെ കാണാതെ. കുറെ ആള് ചോദിച്ചിനി. അപ്പൊ അച്ഛൻ തന്നെ ശരിയാവട്ടെ. അച്ഛനെ കാണായിട്ട് അവിടെ പോയിന് ചോദിക്കുന്നു എല്ലാരും. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ. അപ്പൊ ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാം ശരിയാവും. ശരിയായിട്ട് അച്ഛൻ ഫുൾ വീഡിയോയിൽ ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയിലെല്ലാം അല്ല അച്ഛാ. എന്നാ പിന്നെ ഇത് മുറിക്കട്ടെ. മുറിക്കല്ല എന്നാ പൊളിക്കട്ട് എന്നല്ലേ? എടാ ഈ മറ്റേ ഇതിന്റെയാ ഹാർട്ടിന്റെയാ? ഹാർട്ടിന്റെ ഇപ്പൊ അവിടെ പോയില്ല ലൈനായിക്കണം. പറഞ്ഞാടെ നിക്കുമല്ലോ ലൈൻ നിക്ക. തിരക്കുണ്ട്. പൈസ ഒന്നും വേണ്ട ഇപ്പൊ. അച്ഛൻ ഹാർട്ടിന്റെ ഇതുണ്ട്. ഹാർട്ടിന്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. അപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒന്നുകൂടെ കാണിക്കണം. അതാ അച്ഛൻ പറയുന്നത്. ഹാർട്ടിന്റെ പിന്നെ പെരിയാർട്ടാണ് പിന്നീട് കാണിക്കുന്നത്. പിന്നെ കാണിച്ചിട്ട് കാര്യമൊന്നുമല്ല. ആ ഗുളിക അച്ഛന്റെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ അച്ഛൻ കുറച്ചൊരു
ഉഷാറായി കഴിഞ്ഞാൽ വെറുതെ നിൽക്കൂല അച്ഛൻ. 2 റബ്ബർ 2 ലക്ഷം മാറാക്കാൻ പറഞ്ഞില്ലേ പിന്നെ തൂണുവിച്ച് ആരെ കാണാണ്ട് കുത്തിയിരുന്നിട്ട് അതാ അതാണ് ദേഹം ഇളകിയിട്ട് ഇന്ന് ഇപ്പൊ ഇങ്ങനെ നിക്കാനോ അല്ലേ ശരിക്കും നോക്കറാ അടങ്ങിക്കേ ചെയ്യില്ല. ആവൂലപ്പ അവരെ എടുത്തോണ്ട് നിക്കുന്നതല്ലേ. പറ്റാതെ അച്ഛനോട് അമ്മ ഇപ്പൊ ചെറുങ്ങനെ എടുക്കുന്നേ ഒന്നും പറയില്ല. അച്ഛൻ ചില സമയത്ത് വെലിങ്ങനെ എടുക്കും അല്ലേ. അതാ പ്രശ്നം. ഈ അധികം ഇരിക്കാൻ നല്ല ഇങ്ങനെ നടക്കണം. അച്ഛന് ഇരിക്കാനാവൂല. അച്ഛൻ എന്തെങ്കിലും ചൊറിഞ്ഞ പണിയല്ല, നല്ല വലിയ പണി തന്നെ എടുക്കും അച്ഛൻ ചിലപ്പോ. അതാണ് പ്രശ്നം. ചൊറിഞ്ഞ പണിയാ പ്രശ്നമില്ല അല്ലേ. വെള്ളം പോയി അതുകൊണ്ട് ഇപ്പൊ നല്ലോണായി. നക്ഷത്ര തേങ്ങ പൊങ്ങുണ്ടോ നക്ഷത്രക്ക് ഭാഗ്യമുണ്ട്. കത്തിയെടുത്താണ് ചടച്ചു. ഇല്ല അത്രയില്ല. ഒരിട്ട് വെള്ളം ഉണ്ടായിക്കോട്ടെ. പോങ്ങില്ല, കിട്ടൂല. അമ്മ കൊട്ടെ. അപ്പൊ ഞണ്ട് കറിയിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടേ. എങ്ങനെയാക്കുന്നത്? തേങ്ങാപ്പാല വെച്ചിട്ടാക്കുന്നേ. എങ്ങനെയുണ്ടോ നോക്കട്ട്. നമ്മ തേങ്ങാപ്പാല വെച്ചിട്ട് ആദ്യമായി ഉണ്ടാക്കുന്നല്ലേ. തേങ്ങാപ്പാല വെച്ച് വെക്കാറുണ്ട്. ചെമ്മീനിലാക്കുന്നുണ്ട്. ഞണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലേ, നോക്കാലോ അല്ലേ. എല്ലാം ഒരു പരീക്ഷണമാണ്. അപ്പോൾ ഞണ്ട് കറിയിലേക്ക് വേണ്ടുന്ന ചേരുവകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ സവാള 2 എണ്ണം, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ തേങ്ങാപ്പാല് 1-ാം പാല് 2-ാം പാല്. അപ്പോൾ ഇനി കറിയാക്കാം അല്ലേ. ഓക്കെ. ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ. നമ്മളെ വലിയ ഉള്ളി സവാള അരിഞ്ഞത്, അടുത്ത നമ്മുടെ ചെറിയ ഉള്ളിയെ, അടുത്ത നമ്മുടെ പച്ചമുളക്, തക്കാളിപ്പഴം വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിടെ, അടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ പൊടികൾ ചേർക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് സാധാ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, നല്ലൊന്ന് പച്ചമണം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ക്ലീനാക്കി വെച്ച നമ്മുടെ ഞണ്ട് ഇട്ട് കൊടുക്കുക. മസാലയിലൊന്ന് കിടന്നിട്ട് മസാല ഒന്ന് പിടിക്കട്ടെ അല്ലേ. അപ്പോൾ ഇനി നമ്മുടെ 2-ാം പാല്, തേങ്ങയുടെ 2-ാം പാല്. അപ്പോൾ ഇക്കറിയുന്ന ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഏകദേശം വന്നിട്ടുണ്ടാവും അല്ലേ. തിളക്കറ. ഇനി നമ്മുടെ 1-ാം പാലം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയുടെ 1-ാം പാല്. കുറച്ച് തീ കുറക്കണ്ടേ, തീ കുറച്ചിട്ടുണ്ട്.
ചെറിയ ചൂടാവട്ടെ അല്ലേ? ഉം. അധികം ചൂടാവണ്ട. കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ചോറായ ചോറായി. ഇതൊന്നും വഴുതിനിങ്ങിലേ ആ കുറച്ച് വെള്ളം അധികം. സാരമില്ല, അഡ്ജസ്റ്റ് ആക്കാം നമുക്ക്. ആയില്ലേ? ആയി. പപ്പടം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ചോറ് കഴിക്കാം അല്ലേ? അമ്മേ വൈകുന്നേരം കുറച്ച് വെള്ളമായി പിന്നെ അല്ലേ? നമ്മുടെ ഞണ്ട് കറിയാ, തേങ്ങാപ്പാൽ വെച്ച ഞണ്ട് കറി. ചാറ് വെച്ചു കൊടുക്കും. അമ്മ തേങ്ങാപ്പാൽ വെച്ചാണ്, തേങ്ങാപ്പാൽ വെച്ചതാണ്. അമ്മ കറി നോക്കറ അല്ല തന്നെയാ കഴിച്ചു വന്നാല്. കഴിക്കള എങ്ങനെയാ കറി അല്ല തന്നെയാ? കഴിക്കറ. നക്ഷത്ര തറവാട്ടിലേക്ക് പോയിനെ, നക്ഷത്ര തറവാട്ടിൽ നിന്ന് അച്ചാച്ചനൊപ്പം കഴിച്ചു. ഏട്ടനും ഏടത്തിയെല്ലാം അച്ഛനെ ഞണ്ട് കറി കൂട്ടുമില്ല. അവിടെ മീൻ വാങ്ങി തോന്നല്ലേ. എന്നിട്ട് സൂപ്പറിനെ വൈനിങ് പറഞ്ഞത് ടേസ്റ്റ് ഉണ്ടാവും കേട്ടാ അല്ലേ? അമ്മ വൈനിങ് പറഞ്ഞ നോക്കിയാ അല്ല തന്നെയാ? അല്ല തന്നെയാ? വൈനിങ് വെള്ളായാലും നല്ല രസം ഉണ്ടാവും. ഞണ്ട് നോക്കിയാടാ, ഞണ്ട് പൊട്ടിച്ചു നോക്കി. ഞണ്ടെന്നെ പൊട്ടിക്കുന്നു. ഞണ്ട് പൊട്ടിച്ച് തിന്നലാ പണി അല്ലേ? ഇത് നോക്കടാ. ഇല്ലടാ അർച്ചില്ലേ? അതാ പപ്പടം പൊട്ടിക്കുന്ന ഒച്ച കിട്ടി നമുക്ക് വായന മണ്ടം വരാൻ തുടങ്ങി. കഴിക്കറ കറി എന്നിട്ട് അല്ലേ? അമ്മ ഞണ്ട് കടിച്ച കിട്ടുന്നില്ലേ? അങ്ങനെയൊക്കെ ചെമ്മീൻ മാത്രല്ല ഇത് ആക്കാം. ഞണ്ട് ഇറച്ചിയില്ല അമ്മേ? ഉണ്ടല്ലേ? എന്നാ പിന്നെ ഞാൻ സമയം കളഞ്ഞില്ല, ഞാൻ കഴിക്കട്ടെ. ആദ്യം നമ്മുടെ ഞണ്ട് കറി ചോറിട്ടാക്കട്ടെ. നമ്മൾ നല്ല കറിയാണ് കേട്ടോ. ആ തേങ്ങാപ്പാലല്ലേ നല്ല ടേസ്റ്റ്. കറി കാണാൻ നല്ല ചുവപ്പ് കളറൊന്നും ഉണ്ടാവില്ല, സംഭവം അടിപൊളി കറിയാണ്.
അതിന്റെ വെയിനിങ് വെള്ളം 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 കയറി വെയിനിങ് ടേസ്റ്റിലുണ്ട്, നല്ല രസമുണ്ട്. രസമുണ്ട്. പപ്പടം കൂടി പിടിക്കാം. പപ്പടം കൂട്ടി ഒരു പിടി. എന്നാ പിന്നെ അമ്മ കഴിക്കട്ടെ. അമ്മ താറ്റ കൊടുത്തേ. താറ്റ താറ്റ കൊടുത്തേ. താറ്റ. ഓക്കെ.